അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണ്. സാധാരണ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കുഞ്ഞു ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 സ്ലൈസ് ബ്രെഡെങ്കിലും എടുക്കാം. ഇനി ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പൊ ബ്രെഡ് ഇതാ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ ബ്രൗൺ ഭാഗം ഒന്നും കളയേണ്ട ആവശ്യമില്ല. ആ ബ്രൗൺ ഭാഗത്തോട് കൂടി തന്നെ ഞാൻ ചെറിയ പീസുകളായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്ത ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. മുഴുവൻ ബ്രെഡും ഒരുമിച്ചിട്ട് പൊടിക്കരുത്, എന്നാൽ പിന്നെ പൊടിഞ്ഞു കിട്ടില്ല. ആദ്യം പകുതി പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും പകുതി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. അപ്പൊ ബാക്കിയിരിക്കുന്ന ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ചെടുത്തതാണ്. ഇത് രണ്ടാമത് പൊടിച്ചെടുത്ത ബ്രെഡാണ്. 2 പ്രാവശ്യം പൊടിച്ചെടുത്ത ബ്രെഡും ഒരു ബൗളിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, പൾസ് ചെയ്ത് വേണം ഒരു 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം പൊടിഞ്ഞു കിട്ടാൻ. ഇനി ഒരു മിക്സിയിലെ ഈർപ്പൊന്നുമില്ലാത്ത ഒരു ജാറിൽ 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 2 or 3 ഒന്ന് തല്ലി ഇട്ട് കൊടുത്താൽ മതി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സാധാരണ ഒരു നോർമൽ മധുരമാണ്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ മുട്ടയും പാലും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരുമിച്ച് പാല് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ നോക്കിയിട്ട് വേണം പാല് അവസാനം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ ബ്രെഡിനും അനുസരിച്ച് പാലിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസ് ആവാൻ പാടില്ല. ചെറിയൊരു കട്ടിക്ക് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ബ്രെഡ് എല്ലാം ഒന്ന് കുതിർന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്താ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കറുത്ത ഉണക്കമുന്തിരിയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഇപ്പൊ രണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ള ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഉണക്കമുന്തിരിയൊക്കെ ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്ന നെയ്യിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, രണ്ടും കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കശുവണ്ടിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ കശുവണ്ടി ഉണക്കമുന്തിരിയും ഇതാ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു തവയാണ്. ഇതുപോലത്തെ ഒരു തവ ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ഒരു തവ എടുത്താലും മതി. ഏതെങ്കിലും ഒരു പഴയ തവ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെക്കാം. ഇപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ബ്രെഡ് എല്ലാം നല്ലതുപോലെ കുതിർന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കിസ്മിസും കശുവണ്ടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത കശുവണ്ടി കിസ്മിസും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനൊരു സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ സോസ് പാനിന്റെ എല്ലാ ഭാഗത്തും നെയ്യ് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആ സൈഡിലും എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിൽ മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തും കൂടി കൊടുക്കാം. ഇനി ഏറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചൂടായി കിടക്കുന്ന തവയിലേക്ക് നമ്മുടെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് ഹോളൊന്ന് അടച്ചു കൊടുക്കുക. അല്ലാത്ത അടപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കിസ്മിസും വെച്ച് കൊടുക്കാം. ഇപ്പൊ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തത്. ഇനി മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പൊ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിച്ചിട്ടാണ് ടൂത്ത് പിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി നെയ്യ് തടവിയ ഒരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു പാനിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇപ്പൊ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞു പോവുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരം കൂടിയാണ്. നമ്മുടെ വീട്ടിലെ ബ്രെഡും മുട്ടയും എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കായാലും ഒരു താമസവും ഇല്ലാതെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കൊടുക്കാനും പറ്റും. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേക്കിന്റെ ആ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഇതുപോലൊരു മധുര പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്